ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പാലക്കാട്ടിലെ എല്ലാ സ്ഥലവും അടിപൊളിയാണ്. അപ്പോൾ പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരാട്ടോ. പാലക്കാടുള്ള അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ ടൗണിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലേക്കാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ പേര് എന്ന് പറയുന്നത് നരസിമുക്ക് എന്നാണ്. അട്ടപ്പാടിയിൽ വന്നിട്ട് ആരുടെ അടുത്ത് ചോദിച്ചാലും ഈ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അട്ടപ്പാടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും മസ്റ്റായിട്ടും നിങ്ങൾ കാണേണ്ട സ്ഥലമാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സ്ഥലം മിസ് ചെയ്തിട്ട് വരരുത്. എന്തായാലും പോയാൽ കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലമാണ്. കുറേ സിനിമകളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനും വേറൊരു ഏട്ടനും കൂടിയിട്ടായിരുന്നു ഇന്ന് പോയിട്ടുള്ളത്. കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരൊക്കെ വണ്ടിയിലിരുന്നു. കുറച്ച് പേര് നടക്കാനുണ്ടേ, അത് കാരണം എല്ലാവർക്കും മടിയായത് കാരണം ഞാനും ഈ ഏട്ടനും കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ പേര് ജയകുമാർ എന്നാണ്. അപ്പോൾ ഞാനും ജയേട്ടനും കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് നടന്നു വന്നിട്ടില്ല കേട്ടോ. കുറേ ദൂരം നടക്കാനുണ്ട്. അടുത്തൊന്നുമല്ല, വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമ്മളിങ്ങനെ കയറൽ മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ കുന്നിങ്ങനെ കയറിയിട്ട് വ്യൂ പോയിന്റിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക. കണ്ടില്ലേ, എത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നല്ല കാറ്റാണ് കേട്ടോ. മുകളിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല കാറ്റ് വീശും. പിന്നെ എവിടെ നോക്കിയാലും നല്ല നല്ല വ്യൂ ആണ്. ഈ റോഡും അതേപോലെ തന്നെ ഇങ്ങനെ മല ഇങ്ങനെ ചെത്തിയെടുത്ത പോലെയാണ് അവിടുത്തെ ഓരോ കാഴ്ചകളെന്ന് പറയുന്നത്. പിന്നെ കൂടുതലായിട്ടും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത് തെങ്ങിൻ്റെ ആ ഒരു കൃഷിയാണ് കേട്ടോ. തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ഭാഗത്ത് നോക്കിയാലും തെങ്ങായിരിക്കും. എൻ്റെ പാൻറ് കിടന്ന് ആടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എത്രമാത്രം കാറ്റുണ്ടെന്നുള്ളത്. അവിടെ പോയി നിൽക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ നിൽക്കണം. ഇല്ലെങ്കിൽ കാറ്റ് വന്നിട്ട് ഒരൊറ്റ തള്ളുകളിൽ നമ്മൾ അപ്പുറത്ത് കൂടെ പോകും. പിന്നെ നമ്മൾ താഴത്ത് പോയിട്ടേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനവിടെ പോയിട്ട് ഒരേ കൂക്കലും നിലവിളിയൊക്കെയായിരുന്നു. പിന്നെ കൂക്കലൊക്കെ ആയിട്ട് പിന്നെ അടുത്ത ആട്ടുകാർ ആരെങ്കിലും വന്ന് ചിലപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞാലെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പരിപാടി നിർത്തിയിട്ടാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. രാവിലെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ലൊരു കോടയൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് അവിടെ പോയിട്ടും മതിയാണല്ലോ, ഏത് ഭാഗത്ത് നോക്കിയാലും വ്യൂ അല്ലേ. അത് കാരണം ഏത് ഭാഗത്ത് എനിക്ക് പോയി നിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ ജേട്ടൻ പിന്നെ കണ്ടപാടെ ഷോക്ക് അടിച്ച പോലെ അവിടെ തന്നെ നിൽക്കുകയാണ്. കുറേ പ്രാവശ്യം ഞാൻ ഇവിടേക്ക് പോയിട്ടുണ്ടെങ്കിലും എത്ര വന്നാലും മതിയാത്തൊരു സ്ഥലമാണ്. അട്ടപ്പാടി പോയിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞത് ഈ ഒരു സ്ഥലത്തേക്ക് എനിക്കുണ്ടാകും. എന്താണെന്നറിയില്ല, ഈ ഒരു സ്ഥലവും ഞാനും തമ്മിലൊരു വല്ലാത്തൊരു പ്രേമത്തിലാണ്. എപ്പോൾ പോയാലും ഞാൻ ഈ ഒരു സ്ഥലത്ത് കയറാണ്ട് ഞാൻ വരില്ല. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോയാലും ശരി, ഞാനിവിടെ പോയിട്ടേ വരുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ താഴേക്ക് കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്താണെന്ന് വെച്ചാൽ അട്ടപ്പാടി ഫുള്ളും ഈ ഒരു കുന്നിൻ്റെ മുകളിൽ പോയി നിന്നിട്ടുണ്ട് പറഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം കൂടി ഉണ്ട്. പിന്നെ എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. കണ്ട, ഞാനിവിടെ കുറേ നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കുറേ നേരമൊക്കെ ഇരുന്നോട്ടാ. എന്നെപ്പോലെ തന്നെയാണ് ജയേട്ടനും. ആൾക്കും വരാനൊന്നും തോന്നിയില്ല. ആൾ കൂടുതലും ഗൾഫിലായിരിക്കും, എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിലേക്ക് വരിക. അപ്പോൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ യാത്രകളൊക്കെ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു യാത്രയായിരുന്നു ഇതും. എന്തായാലും സംഭവം അടിപൊളിയുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, താഴത്ത് മുഴുവനും തെങ്ങ് നോക്കണം. ഇഷ്ടംപോലെ തെങ്ങാണ്, എവിടെ നോക്കിയാലും തെങ്ങ്. എല്ലാ ഭാഗത്തും കൂടുതലും കാണുന്നത് തെങ്ങിൻ്റെ കൃഷിയാണ് കേട്ടോ. കണ്ടില്ലേ, കാറ്റൊക്കെ നല്ല പോലെ ഉണ്ട്. എൻ്റെ പാൻറ് ഊരി പോകുക, പാൻറ് ഊരി പോയ പണി വേണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി അടിച്ചിട്ടേ ഇനിയിപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം. ഇനി ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.